നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല കപക്കെട്ടും എന്താ പറയുക മൂക്കൊലിപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കാര്യമായിട്ടുണ്ട്. ഒരു 5-6 ദിവസമായി. അത് കാരണം കൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഒരു വീഡിയോയും എടുക്കാൻ പോയില്ല. അതുകൊണ്ട് അത്രയും വെറുപ്പിക്കൽ കുറഞ്ഞു എന്ന് അർത്ഥം. പിന്നെ ഇപ്പോൾ ഈ വീഡിയോയുടെ ഒരു കാരണമുണ്ട്. ഒരു 2-3 ദിവസം മുന്നേ ഞാൻ ഫേസ്ബുക്കിൻ്റെ എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ ഏട്ടനെ പോലെ കരുതുന്ന ഒരാളുടെ ഒരു വർക്ക് കണ്ടപ്പോൾ ഒരു ആശങ്ക പങ്കുവച്ചു. അദ്ദേഹം ഇന്ന് എന്നെ കണ്ടപ്പോൾ ആദ്യമൊക്കെ സ്നേഹത്തോട് സംസാരിച്ചിട്ട് പെട്ടെന്ന് എന്തോ ഉള്ളിലൊരു പൊട്ടിത്തെറി, ഒറ്റ ചീത്ത പറയില്ല, ഒരു അസുരൻ കയറിയ പോലെ. എനിക്കൊന്നും മനസ്സിലായില്ല. ഈ വർഷം ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് വേൾഡ് മാപ്പ് അല്ലെങ്കിൽ വേണ്ട, ഇന്ത്യൻ മാപ്പ് അതും അല്ലെങ്കിൽ വേണ്ട, തൃശ്ശൂർ മാപ്പ് പറയുന്നു. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു അസുരഭാവം ആണ് അതിൽ കണ്ടത്. ഈ അസുരൻ ആ സമയത്ത് എന്നിൽ വന്നില്ല. അത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. പിന്നെ എൻ്റെ ആ പ്രിയ സുഹൃത്തിനോട് ഞാനൊരു പ്രത്യേക നന്ദി കൂടി പറയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഇനിയൊരു വീഡിയോ ഹിമാലയത്തെ പറ്റി ചെയ്യില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു അസുര മുഖഭാവം എനിക്ക് കണ്ടത്. എൻ്റെ ഐഡിയ ശരിയാണെങ്കിൽ 25 വർഷം മുന്നെയാണ് ഞാൻ വായനാലോകം വിടുന്നത്. അതിനുശേഷം ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഏറ്റവും അവസാനം വായിച്ച ഒരു പുസ്തകം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാളിദാസ കൃതികൾ, ഒരു വലിയ ഗ്രന്ഥമാണ്. ഞങ്ങളുടെ തൃക്കൂര് വായനശാല ഇപ്പോൾ വലിയ വായനശാലയാണ്. അന്നും അത്യാവശ്യം നല്ല പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിലെ ഒരു അധ്യായത്തിൽ താടകാസുരൻ എന്ന ഒരു മഹാസുരനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ ഹിമാലയത്തിൽ കൂടെ ബുള്ളറ്റ് ഇങ്ങനെ ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു ബോർഡ് കാണാണ്. മുകളിൽ താടകാസുർ മന്ദിർ എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണാണ് ഞാൻ ഹിമാലയത്തിൽ കൂടെ ബുള്ളറ്റ് ഓടിച്ച് പോകുമ്പോൾ. അപ്പോൾ എൻ്റെ ഐഡിയ ചെയ്യാണെന്ന് വെച്ചാൽ പൗരി ജില്ലയിലെ ഒരു 34-35 കിലോമീറ്റർ ഉള്ളിൽ പോയിട്ട് വണ്ടി വെച്ചിട്ട് 5 കിലോമീറ്റർ കാട്ടിൽ കൂടി നടന്ന് കയറി കഴിഞ്ഞാൽ ദേവദാരു വൃക്ഷങ്ങളുടെ ഉള്ളിൽ കൂടിയുള്ള ഒരു മഹാ സംഭവ ക്ഷേത്രമാണ് ഈ താടകേശ്വർ. അപ്പോൾ ഒരു അസുരൻ്റെ പേരിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു കൗതുകം തോന്നി. അങ്ങനെയാണ് ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഇനി ആ ക്ഷേത്ര കാഴ്ചയിലേക്ക്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1800 മീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ ഒരു ഹിമാലയം ക്ഷേത്രം. ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശബരിമല പോലുള്ള ഒരു കാനന ക്ഷേത്രം. പക്ഷേ ഒരു 4 മാസം മഞ്ഞുകാലത്തിൽ മൊത്തം മഞ്ഞിൻ്റെ അടിക്ക് പോകും. പക്ഷേ ആ സമയത്ത് അവിടേക്ക് പ്രവേശനം സാധ്യമാണ്. കാരണം നമ്മുടെ അരവരെയൊക്കെ അവിടെ മഞ്ഞുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ 2 സൈഡിലും പാതകൾ വൃത്തിയാക്കിയിടും എന്നാണ് അവിടുത്തെ സന്യാസിവര്യന്മാർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ സമയത്തും അവിടെ ആ ക്ഷേത്രം സന്ദർശിക്കാനും അവിടെ താമസിക്കാനും ആൾക്കാർ വരാറുണ്ട്, സഞ്ചാരികളും പിന്നെ ഭക്തരും. അതും ഒരു വ്യത്യസ്ത കാഴ്ചയാണ്. എനിക്ക് പോകണമെന്നുണ്ട്, നടക്കുമെന്ന് തോന്നുന്നില്ല. എനിവേ നടന്നാൽ നല്ലത്. അപ്പോൾ അങ്ങനത്തെ ഒരു മഹാക്ഷേത്രമാണ്. ഇനി ആ ക്ഷേത്രത്തിൻ്റെ ഞാൻ വായിച്ചറിഞ്ഞ കാളിദാസ പുസ്തകത്തിൻ്റെ ഭാഗപ്രകാരമാണെങ്കിൽ കാളിദാസൻ ആ കഥയിൽ ഇങ്ങനെ എഴുതുന്നു: ഈ അസുരഭാവം ഉള്ളവർക്ക് അല്ലെങ്കിൽ അസുരന്മാർക്ക് ഇത്തിരി ബുദ്ധി കുറവായിരിക്കും, പക്ഷേ അവർക്ക് നല്ല ശക്തിയും ഉണ്ടാവും, പിന്നെ ആത്മശക്തിയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ താടകാസുരൻ എന്ന ഒരു അസുരൻ വൃത്തിയായി തപസ് ചെയ്തു. കാലാകാലത്തോളം ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അസുരന്മാർക്ക് ശക്തിയും ആത്മശക്തിയും ഒരുപാട് കൂടുതലാണ്, പക്ഷേ ബുദ്ധി ഇത്തിരി കുറവാണ്. അസുരഭാവമുള്ളവരുടെയും കഥയാണ് ഞാൻ പറയുന്നത്. ബ്രഹ്മദേവൻ ചോദിച്ചു അത്രേ: മകനെ, എന്ത് വരമാണ് ഞാൻ നിനക്ക് നൽകേണ്ടത്? അപ്പോൾ താടകാസുരൻ പറഞ്ഞു: എനിക്ക് ഈ ലോകത്തിൽ അമരനായി ജീവിക്കണം, എന്നെ ഒരു മരണവും അലട്ടരുത്. ബ്രഹ്മദേവൻ പറഞ്ഞു: അത് എനിക്ക് പോലും സാധ്യമാവാത്ത ഒരു കാര്യമാണ്. നിനക്ക് ഞാനൊരു ഓപ്ഷൻ തരാം. നിൻ്റെ മരണം എങ്ങനെയെന്ന് നിനക്ക് തീരുമാനിക്കാം. അസുരൻ ശരിക്കും ആലോചിച്ചു. ആ സമയത്ത് സതീദേവി സ്വപിതാവിനാൽ സ്വന്തം ഭർത്താവ് അപമാനിക്കപ്പെട്ടപ്പോൾ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്ത സമയമായിരുന്നു. ശിവഭഗവാൻ ശരിയായ ദിശയിൽ കാലകാലങ്ങളായി തപസ്സനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഉടനടി അസുരൻ ഒരു മാർഗം കണ്ടെത്തി: പ്രഭോ, എനിക്ക് ശിവഭഗവാന്റെ ഒരു പുതിയ മകനുമായിട്ടുള്ള യുദ്ധത്തിൽ മരിക്കണം. ബ്രഹ്മാവ് പറഞ്ഞു: തഥാസ്തു. അതായത് നമ്മൾ വിചാരിക്കും നമ്മളിന്ന് വലിയ സംഭവം ബാക്കിയുള്ളൊരു പൊട്ടന്മാരാണ്.
ഇതിൻ്റെ ബാക്കി ഞാൻ പറയാൻ വന്നത്, അന്നേരം അങ്ങനെ ഒരു സംഗതി നടന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മാവ് ഉള്ളിൽ ചിരിച്ചു, ഭഗവാനെ ഞാൻ രക്ഷപ്പെട്ടു, ഇനി അടുത്ത് ശിവഭഗവാൻ നോക്കിക്കോളും. അതിനുശേഷമാണ് കാമദേവനെ ശിവൻ തൃക്കണ്ണുകൊണ്ട് കൊല്ലുന്നതും പാർവതിയെ പരിണയം ചെയ്യുന്നതും കാർത്തികേയൻ എന്ന മഹാസുബ്രഹ്മണ്യൻ ജനിക്കുന്നതും പിന്നീട് ഈ മഹാ അസുരനെ വധിക്കുന്നതും. താടകാസുരൻ ശിവഭഗവാനോട് ഒരു കാര്യം അപേക്ഷിച്ചു കൊടുത്തിട്ട്, പ്രഭു എനിക്കും വേണം പുണ്യം, ഇവിടെ എനിക്കും അമരനായി ജീവിക്കണം, അതിനായി ഞാൻ എന്ത് ചെയ്യണം? താടകാസുരൻ്റെ ഈ അപേക്ഷയിൽ കുറച്ച് മനോവിഷമമുണ്ടായ ശിവഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കലിയുഗത്തിൽ താടകേശ്വർ എന്ന ഒരു മഹാക്ഷേത്രം ഉണ്ടാവും. ആ ക്ഷേത്രത്തിൽ നിന്നെ ആരാധിക്കാനും ഇവിടെ ഭക്തജനങ്ങളെത്തും. ഈ ലോകം അവസാനം വരെ നീയും ഇവിടെ ഉണ്ടാവും. ബ്രഹ്മദേവൻ്റെ ഒരു അനുഗ്രഹവും അവസാന വാക്കായി പോകില്ല. ഇത് നിനക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹം.